കേരളത്തിൻ്റെ പരിസ്ഥിതി തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ഏറ്റവും പിന്തിരിപ്പനായ രാഷ്ട്രീയക്കാരനാണ് അൻവർ എന്നാണ് നിങ്ങൾ ചിത്രീകരിച്ചത്. അങ്ങനെ മറന്നു പോകേണ്ട കാര്യമുള്ളതല്ല. അത് വളരെ വിദൂരമായ ഒരു ഭാവിയിലുമല്ല, ഭൂതത്തിലുമല്ല, സമീപ ഭൂതകാലത്ത് വന്ന ചർച്ചയാണ് ഞാൻ പറയുന്നത്. സാമൂഹ്യദ്രോഹി എന്ന നിലയിലുള്ള പ്രതിപാദനത്തിനായിരുന്നു പൊതുവിൽ മാധ്യമങ്ങൾ അന്ന് ആ പദം ഉപയോഗിച്ച് അൻവറിനെ പരിചയപ്പെടുത്തിയത്. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, അതിലെന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവറായാലും അൻവർ അല്ലെങ്കിലും ആരായാലും എക്സ് ഓർ വൈ ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു പരാജയത്തെ പറ്റി നിങ്ങൾ തന്നെ ഗൗരവം ആലോചിച്ചോ? ഞാനൊന്നും പറയുന്നില്ല. അൻവറിൻ്റെ മാധ്യമത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും സമരം നടത്തിയത്. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല, അല്ല അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ വായിക്കതൊന്നും ഈ ബുക്കിൽ അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവറിനുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും ടി വിയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ടി വിയിൽ പറയുമ്പോഴും പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റായിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അൻവർ എന്ന് പറയുന്നത് CPIM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന്റെ മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല എന്നതാണ്. അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാ ഞാൻ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? അടിസ്ഥാനം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അത് വരട്ടെ, അത് വന്നോട്ടെ, അന്നേരം നോക്കാം. പറയട്ടെ, അൻവർ പറഞ്ഞോട്ടെ. അത് കുഞ്ഞില്ല, അസംബന്ധമാണ്. അസംബന്ധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. അതിപ്പോ ജയരാജന്റെ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മൾ നടപടി എടുത്തിട്ടില്ല ജയരാജന്റെ പേരിൽ. EP ജയരാജന്റെ പേരിൽ ഒരു സംഘടന നടപടി എടുത്തിട്ടില്ലല്ലോ, ഇപ്പോഴും ഇല്ല. അത് സെൻട്രൽ കമ്മിറ്റി അംഗമാണ് പാർട്ടി സംഘടനാപരമായിട്ട്. അത് അന്നു പോലെ ഇന്നു പോലെ അതിലൊന്നും ഒരു മാറ്റമില്ല. അൻവറിന്റെ പിന്നിലോ? അൻവറിന്റെ പിന്നിൽ ആരുമില്ല. അൻവർ തന്നെ.